ഇന്നേ ഒരു റവ കേസരിയുടെ റെസിപ്പിയാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. നാട്ടിലുള്ള സമയത്ത് നമ്മുടെ വീട്ടിൽ ആരുടെ ബർത്ത്ഡേ വന്നാലും ഞങ്ങൾ ഒന്നിച്ചുകൂടി ആഘോഷിക്കാറുണ്ട്. പരസ്പരം ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം അതിന് പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന്. കഴിഞ്ഞ മാസമായിരുന്നു ഇച്ചായൻ്റെ മമ്മിയുടെ ബർത്ത്ഡേയും അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പായസം വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഈ പ്രാവശ്യം റവ കേസരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് റവ കേസരി ഉണ്ടാക്കിയതാണ്. അപ്പം അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ടൊന്ന് ഷെയർ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചൂടായ പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് റവ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ച് പാലൊഴിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പാല് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ പാല് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ സാഫ്രൺ ഉണ്ടെങ്കിൽ സാഫ്രൺ ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാതിരുന്നത് കൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പാലിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ലൈറ്റായിട്ടൊരു യെല്ലോ കളർ വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ കളർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ തിളച്ച പാലിലേക്ക് ഞാൻ വറുത്ത് വെച്ചേക്കുന്ന റവയുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഈ പാലിൽ കിടന്നൊന്ന് കുറുകി ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ച പോലെ ഒരു തിക്കായിട്ടൊക്കെ വരും കേട്ടോ. ആ സമയത്ത് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമ്മുടെ മധുരത്തിന് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കട്ടയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് എല്ലായിടത്തും ആ പഞ്ചസാരയുടെ ആ ഒരു സിറപ്പ് എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പഞ്ചസാരയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് ഒന്ന് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് ലൂസാകും. ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏലക്കായുടെ പൊടി ചേർക്കണം. ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ഏലക്കാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നെയ്യിൽ വറുത്ത നട്ട്സും കിസ്മിസും കൂടി ഇതിൻ്റെ മേലേക്ക് ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ നട്ട്സ് ഒന്ന് വറുത്തിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ തണുക്കാൻ വേണ്ടി വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ റവ കേസരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ കേസരിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.